മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയുമാണ്. ഇപ്പോൾ ഈ മഴയുടെ സീസണല്ലേ, ഈ മഴയൊക്കെ നന്നായിട്ട് പെയ്യുമ്പം നല്ല ചൂട് കപ്പയും ഇതുപോലെ മുളക് ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിക്കാനേ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അല്ലേ കപ്പ. ഒരുമാതിരി എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാൻ വയ്യാത്ത കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചേ. നമുക്ക് ആദ്യം കപ്പ പുഴുങ്ങും. അതിനായിട്ട് ഞാനൊരു കുറച്ച് പീസേ ഉള്ളേ, അതൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടേക്കുവാണ്. പിന്നെ മുളക് ചമ്മന്തിക്ക് ഞാനൊരു 3 പച്ചമുളകും കുറച്ച് ചുവന്നുള്ളി, പുളി, പിന്നെ കുറച്ച് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വേണേ. അത് ഞാൻ അന്നേരം മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഈ പുളി നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ഞാൻ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കുന്നത് ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകാണ്. കാന്താരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും നല്ല കാന്താരിയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് വേണം, എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. പിന്നെ നമുക്ക് ഈ ചുവന്നുള്ളിയും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാവേ. പിന്നെ നമുക്ക് ആ ഒരു പുളി ഉണ്ടല്ലോ, ഞാനൊരു സ്വല്പ വെള്ളത്തിൽ പിഴിഞ്ഞ്, പുളിയുടെ വെള്ളമാണിത്, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പൊന്നും കൂടി പോകരുതേ, അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയെടുക്കണം. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കാൻ ആർക്കും അറിയാൻ വയ്യാത്ത, എല്ലാവർക്കും അറിയാമല്ലോ എന്ന് കേട്ടോ. പക്ഷെ ഇത് അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടാവും, അതുകൊണ്ട് അവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവേ. പണ്ടൊക്കെ ഈ അരകല്ലൊക്കെ ഉള്ളപ്പം അതിലെ അമ്മച്ചിമാരൊക്കെ നന്നായിട്ട് ചതച്ച് ആണ് ഈ ഉള്ളിയും മുളകും ഒക്കെ ചതച്ചെടുത്തിട്ടാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇപ്പം ആരുടെയും വീട്ടിലങ്ങനെ അരകല്ലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നും ഉണ്ടാക്കണം. അപ്പോൾ ഇതിനകത്തൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ഈ മുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കണേ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്നറിയോ, നല്ല എരിവ് കാണും ചിലപ്പോഴേ ആ മുളകിൻ്റെ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ചാലിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ ആ എരിവൊക്കെ കുറച്ചൊന്ന് കുറയുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കുമേ. നമ്മൾ ഈ ഇത് അരയ്ക്കാൻ നേരം കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണേ. ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആകണം. ഒരു പ്രത്യേക ടേസ്റ്റായി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം കേട്ടോ. അപ്പം നമ്മുടെ കപ്പയ്ക്കുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാന്താരി ഉള്ളവർ ഉറപ്പായിട്ട് കാന്താരി ഉപയോഗിക്കണേ. ഇവിടെ എനിക്ക് കാന്താരി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് എടുത്തത്. ഇനി ഇത് നമുക്കങ്ങ് അടച്ചു വെച്ചേക്കാവേ. ഇവിടെ നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇത് കല്ലുപ്പാണേ. ഇനി നമുക്കിത് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ചില കപ്പയുണ്ടല്ലോ പെട്ടെന്ന് വേവും, ചിലതിന് ഇച്ചിരി താമസം ഉണ്ടാവുമേ. കുറച്ചുകൂടെ കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ ഞാനത് കാണിക്കാവേ. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത് വേകുന്നോന്ന് നോക്കാൻ എങ്ങനെയാണെന്നറിയോ, ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ അത് രണ്ടായിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് വരും. അങ്ങനെയാണെങ്കിൽ അത് വെന്തെന്നാണ് അതിന് അർത്ഥമേ. എല്ലാവർക്കും ഇതിങ്ങനെ പിടിച്ചിങ്ങനെ അതിൻ്റെ വെള്ളം കളയാനൊക്കെ ഭയങ്കര പാടാണ്. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗളോ വല്ലതും എടുത്തിട്ട് ഇതുപോലത്തെ ഒരു തവി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതാ ഇങ്ങനെ കോരി ഇങ്ങെടുത്താൽ മതിയേ. അതായിരിക്കും പിള്ളേർ സെറ്റിനൊക്കെ നല്ലത് കേട്ടോ. മുതിർന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാണും. ആവിയൊന്നും കയ്യിൽ തട്ടാതെ അവർക്കത് വെള്ളമൊക്കെ കളയാൻ പറ്റും കേട്ടോ. പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന പിള്ളേർക്ക് അത് ഭയങ്കര പാടായിരിക്കും. അവരുടെ കയ്യിലെല്ലാം ഈ ആവി തട്ടിയിട്ട് കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു തവി കൊണ്ട് കോരി എടുത്താൽ മതി കേട്ടോ. ഉണ്ടോ, ഇതുപോലെ കോരി എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അതായിരിക്കും ഈസി. ഇനി ഇതെല്ലാം അതുപോലെ എടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഈ കപ്പ വേകുന്ന ആ ഒരു ടൈം ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പല കപ്പയ്ക്കും പല വേഗം, അതിൻ്റെ ഇത്ര സമയം വേവിക്കണമെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. നിങ്ങളത് കറക്റ്റായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഒരു സ്പൂൺ ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. അപ്പോൾ ആ വേവുവാണെങ്കിൽ അത് ശരിക്കും അത് മുറിഞ്ഞു വരും. അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം വേവിക്കണമെന്നൊന്നും ഞാൻ പറയാഞ്ഞ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ.
നല്ല ആവി പറക്കുന്ന കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഈ നല്ല മഴയുള്ള സമയത്തുണ്ടല്ലോ, ഈ നല്ല ചൂടുള്ള കപ്പയും ആ ചമ്മന്തിയായിട്ട് ആ മഴയൊക്കെ പെയ്യുന്ന നോക്കിയിരുന്ന് കഴിക്കണം കേട്ടോ. ഭയങ്കര രസം. അതെ, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കപ്പ അല്ലേ. ഈ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ചേരുന്ന വേറൊരു കറി എന്ന് പറയുന്ന ഉണ്ടല്ലോ, മീൻപീര. ചെറിയ മീനുകൾ, അതായത് ചെറിയ മത്തി അല്ലെങ്കിൽ നെത്തോലി, വേളൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പീര വെക്കണം. പീര വെച്ചിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ കഴിച്ചു നോക്കും. എൻ്റെ ചാനലിൽ മീൻപീരയുടെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മഴയൊക്കെ തുടങ്ങുമല്ലേ, അപ്പോൾ ഇതെല്ലാം കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.